വിവാദമായി നിൽക്കുന്ന ഒരു വ്യായാമ മുറയെക്കുറിച്ചൊന്ന് അടുത്തറിയാം. പ്രേക്ഷകർ ഈ അടുത്ത കാലത്ത് കുറച്ച് പേരല്ലാതെയും ഒക്കെ കേട്ടിട്ടുണ്ടാകും. പ്രേക്ഷകർക്ക് പരിചയം കാണുന്നത് ക്യൂബൻ സംഗീതമായ റുംബയുമായുള്ള സാമ്യം കൊണ്ട് പേരുവന്ന ഒരു വ്യായാമ നൃത്തം. ഒരു നൃത്താധ്യാപകന്റെ അബദ്ധത്തിൽ യാദൃച്ഛികമായി പിറവിയെടുത്ത ഐറ്റം പരിചയപ്പെടാം. മറന്നോ സൂംബയെ? നമ്മുടെ സൂംബ നൃത്തം കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തയിലെ താരം. അതെങ്ങനെ നമുക്കൊക്കെ ഈ വിവാദം ഉണ്ടാവുമ്പോൾ അതിന്റെ പുറകേന്ന് പോകും, പിന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കും. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റോട് പോസ്റ്റ് നമ്മളും സൂംബ ഡാൻസ് ചെയ്യും, ഒപ്പം പോസ്റ്റ് ഇടും. പിന്നെ മറ്റൊരു കാര്യം വരുമ്പോൾ അതവിടെ ഉപേക്ഷിക്കും. അതല്ലേ പതിവ്. പക്ഷെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ സൂംബ എന്തെന്ന് അറിയണ്ടേ? ട്രെയിൻ ഇൻസ്ട്രക്ടറായ ഇസയുടെ അടുത്തേക്കാണ് എത്തുന്നത്. ഇസ, ഹായ്. ഹായ്. നമുക്ക് അറിയേണ്ടത് എന്താണ് ഈ സൂംബ? ഓക്കെ, സൂംബ ബേസിക്കലി ഒരു ഡാൻസ് ആണെന്നാണ് എല്ലാവരുടെയും ഒരു ചെറിയ തെറ്റിദ്ധാരണ. പക്ഷെ സൂംബ ഒരു ഡാൻസ് അല്ല, അതൊരു പ്രോപ്പർ ഫിറ്റ്നസ് പ്രോഗ്രാം ആണ്. സുംബയുടെ ഒരു ഒറിജിനേഷൻ എന്ന് പറയുന്നത് കൊളംബിയയിലാണ്. കൊളംബിയയിലെ ബേട്ടോ പെരസ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സുംബ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ലൈസൻസ്ഡ് ബ്രാൻഡ്. സുംബയ്ക്ക് നമ്മളൊരു കൃത്യമായ ഫോമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ദ വാം അപ്പ് and then നമ്മൾ ഇന്റർനാഷണൽ റിതംസ്, കോർ റിതംസ് ചെയ്യുന്നു. ആൻഡ് ദെൻ വീൽ ഹാവ് എ പ്രീ കൂൾ ആൻഡ് കൂൾ ഡൗൺ. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സയൻസ് ബാക്ക്ഡ് ഫോമാറ്റ് സുംബയ്ക്കുണ്ട്. ആൻഡ് ദാറ്റ്സ് വാട്ട് മേക്സ് സുംബ സ്പെഷ്യൽ. ബാക്കി ഫിറ്റ്നസ് പ്രോഗ്രാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഫണ്ണായിട്ടുള്ള, കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെന്നുള്ളൊരു തോന്നൽ പോലും നമുക്ക് വരാത്ത രീതിയിൽ അത്രയും നല്ല ഫണ്ണായിട്ട് നല്ല പാർട്ടി മൂഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് ശരിയാണ് മൊത്തത്തിൽ. ഇനി നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൂംബ ഉണ്ടല്ലോ, ഇസയും അങ്ങനെ സ്കൂൾസിൽ പോയി ട്രെയിൻ ചെയ്യാറുണ്ട്. അവർക്ക് ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് സുംബ ചെയ്യാൻ. അവർക്ക് അവരുടെ ബോറിംഗ് ക്ലാസ് റൂമിൽ നിന്നും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തേക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫിറ്റ്നസ്. ചില കുട്ടികൾ വന്ന് പറയാറുണ്ട് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർ എക്സസൈസ് ചെയ്യാന്ന് അവർക്ക് തോന്നത്തേ ഇല്ല എന്നുള്ള രീതിയിൽ. മാത്രമല്ല ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ടോപ്പ് ടു ബോട്ടം ഐ തിങ്ക് അവരുടെ ഒരു ബ്രെയിൻ ബോഡി കണക്ഷൻ, മെമ്മറി, കോർഡിനേഷൻ, കോൺഫിഡൻസ്, ടീം വർക്ക്, ഇതൊരു വലിയ ഗ്രൂപ്പ് ഫിറ്റ്നസ് ആക്ടിവിറ്റി ആണ്. ഗ്രൂപ്പ് ഫിറ്റ്നസ് ആക്ടിവിറ്റിയിൽ ഒരു തരംഗം സൃഷ്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ സുംബയാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സൂംബയ്ക്ക് ഡ്രസ് കോഡ് ഉണ്ട്. സുംബയ്ക്ക് ഡ്രസ് കോഡ് ഇല്ല. ഓക്കെ, ഏത് ഡ്രസ്സും ആവാം. പക്ഷേ ഇപ്പം ഡ്രസ്സിങ്ങിന്റെ കാര്യമായിട്ട് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കിഡ്സിനെ ചൊല്ലിയിട്ടായിരുന്നു ഒരുപാട് വിവാദങ്ങളും വന്നിട്ടുള്ളത്. കുട്ടികൾ സ്കൂളുകളിൽ അവരുടെ സ്കൂൾ യൂണിഫോം ഇട്ടാണ് സുംബ ചെയ്യുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അതിൽ there is nothing wrong in that. പ്രായപരിധി ഉണ്ട്? നോ ഏജ് ലിമിറ്റ്. അതാണ് സുംബയുടെ ഏറ്റവും വലിയൊരു ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവം അതാണ്. കാരണം എത്ര കൊച്ചുകുട്ടിയാണെങ്കിലും നല്ല പ്രായമുള്ള ആൾക്കാരാണെങ്കിലും സുംബയിൽ തന്നെ വിവിധ തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സുംബ കിഡ്സ് ഉണ്ട്, സുംബ ഗോൾഡ് ഉണ്ട്, പ്രായമായവർക്ക് വേണ്ടി. എല്ലാവർക്കും ഒന്നുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ് സുംബ. നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാം ഇന്റർനാഷണൽ റിതംസ് ആണ്. സാൽസ, കൂമ്പ്യ, റഗാത്തോൺ, മെരങ്കി, ഇതൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. സാൽസ ഐ തിങ്ക് എന്തായാലും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇഷ്ടം പോലെ ഇന്ത്യയിൽ നിന്നുള്ള റിതമാണ് ഭാംഗ്ഡ. നമുക്കറിയാം പഞ്ചാബി ആണ്. സോ ആ റിതം ഓൾസോ നമ്മുടെ സുംബയിൽ ഇൻവോൾവ് ആണ്, ഐ മീൻ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് അങ്ങനെ ലോകമെമ്പാടുമുള്ള റിതംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ സുംബ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാൻസ് പഠിക്കാത്തവർക്ക് പെട്ടെന്ന് ഇതിലൂടെ വരാൻ പറ്റും? കാരണം നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺ. അത് ഓരോ വ്യക്തികളനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുറേ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഇട്ട് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ സുംബ ഫോമാറ്റിൽ കൃത്യമായിട്ടുണ്ട്. നമ്മൾ ഒരു സോങ് കഴിഞ്ഞ് അടുത്ത സോങ് ഫാസ്റ്റ് മ്യൂസിക് ആയിരിക്കില്ല. ഒരു ഹൈ BPM സോങ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സോങ് ഡെഫിനറ്റ്ലി ഒരു ലോ BPM സോങ് ആയിരിക്കും. കണ്ടിന്യൂസ് നമ്മൾ സെയിം ലെവലിലുള്ള ഒരു മ്യൂസിക് ഇട്ട് അങ്ങനെയല്ല സുംബയുടെ ഒരു ഫോമാറ്റ് വർക്ക് ചെയ്യുന്നത്.
അപ്പൊ സംഭവം കണ്ടല്ലോ, സംഗതി സിമ്പിൾ ആണെങ്കിലും പവർഫുള്ളുമാണ്. സ്വയം കണ്ട് ബോധ്യപ്പെട്ടല്ലോ. ഹരിച്ചിട്ടും കുടിച്ചിട്ടും ഞങ്ങൾക്ക് ഉത്തരം ഒന്നേ കിട്ടുള്ളൂ, നിങ്ങൾക്കും അത് തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് തുടങ്ങാം സൂംബ പരിശീലനം. ഇസക്കിം ടീമിനും ഒപ്പം ഞങ്ങളുടെ വിഷ്വൽ ജേർണലിസ്റ്റ് അജിത് എല്ലാറിനും ഒപ്പം അനു സൂരജ്, ജനം.